जी, आपसे मिले मुझे बहुत खुशी हुई। बहुत बहुत शुक्रिया, धन्यवाद। ഈ ഒരു കൊച്ചിനെ നിങ്ങൾ ഓർക്കുന്നുണ്ടോ? കുറച്ചു കാലം മുമ്പാണ് ഭയങ്കര വൈറലായിരുന്നു ആള്. അതായത് കൂടെ രണ്ട് അനിയന്മാരെ കൂട്ടിയിട്ട് ഒരു പാട്ട് പാടിയിട്ട് സോഷ്യൽ മീഡിയയിലെല്ലാം ഭയങ്കരമായിട്ട് ഹിറ്റായി. മൈഥിലി ഠാക്കൂറാണ് ബീഹാറിലെ ഒരു സ്ഥലത്തെ സ്ഥാനാർത്ഥി. अपने एक झोला में वो मखान लेकर के आई और मेरे मुट्ठी में डालने लगी। मेरे मुट्ठी से जब गाड़ी में पूरा तितर बितर बिखरने लगा तो फिर हमारे बगल में जो ड्राइवर बैठे थे उन्होंने तुरंत पाग जो मुझे जो सामान मिला था पाग लेके कि मैथिली इसमें भरवा लो। तो उसमें उन्होंने महिला ने हमारी जो काकी थी वो झोले में जितना मखान था सब उसमें उड़ेल दिया जैसे। और जब उन्होंने मेरे पाग में मखान को भरा तो उन्होंने अपने हाथ से मेरे मुंह में थोड़ा सा खिला दिया. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ 20 വർഷമായിട്ട് ഡൽഹിയിൽ തന്നെ കംപ്ലീറ്റ്ലി സെറ്റിൽ ആയിട്ടുള്ള ഫാമിലി, അല്ലെങ്കിൽ അവിടെ ആയിട്ടുള്ള ഈ ഒരു മൈഥിലിനെ എന്തുകൊണ്ടാണ് ഇപ്പം ഈ പറഞ്ഞ അലിനഗർ എന്ന് പറഞ്ഞ സ്ഥലത്തോട്ട് സ്ഥാനാർത്ഥിയായിട്ട് BJP വെച്ചു എന്നുള്ള ചോദ്യമാണ് ഏറ്റവും പ്രധാനം കേട്ടോ. ഈ കൊച്ചിനോട് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു മാധ്യമ പ്രവർത്തകൻ എന്തെങ്കിലും കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി മറുപടി പോലും പറയാൻ അറിയില്ല. കാരണം രാഷ്ട്രീയം എന്താണെന്നോ, ഇന്ത്യയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്നോ, എന്താണ് രാഷ്ട്രീയം, എങ്ങനെയാണ് ഒരു സ്ഥലത്ത് കാര്യങ്ങൾ കൊണ്ടുവരേണ്ടത്, ഒരു MLA ആയിട്ട് ഞാൻ എന്ത് ചെയ്യണം എന്ന് പോലും അല്ലെങ്കിൽ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ പോലും സംസാരിച്ച് പുറത്തോട്ട് സംസാരിക്കാൻ പറ്റാത്ത ഒരു പാവം ഒരു കൊച്ച്. ऑफरिंग है आपके विधानसभा के लोगों से ले क्यों चुने आपको? मैं ये कह रहा हूँ लोग ये कहते हैं मैथिली ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊക്കെ ആരെങ്കിലും എഴുതി വിട്ടിട്ടില്ല, അല്ലെങ്കിൽ പഠിപ്പിച്ച് ബൈഹാർട്ടായിട്ട് പഠിപ്പിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് അത് തന്നെ ഓർത്തെടുത്ത് പറയാൻ വേണ്ടി കഷ്ടപ്പെടുന്ന ഒരാളായിരുന്നു. കഴിഞ്ഞ ദിവസം ഒരു മാധ്യമ പ്രവർത്തകൻ കുറച്ച് ചോദ്യങ്ങളൊക്കെ ചോദിച്ചു. ആ സമയത്ത് ഒരുപാട് വരണ്ടി ഓടുന്ന ഒരാളെ നമ്മൾ കണ്ടത്. ചോദ്യങ്ങളുടെ എണ്ണം കൂടുന്നതിനനുസരിച്ചിട്ട് എനിക്ക് ഉറങ്ങാനുള്ള സമയമായി, എൻ്റെ റെസ്റ്റിൻ്റെ സമയമാണ്, എനിക്ക് ഇത്രയും വലിയ ഇൻ്റർവ്യൂകളോ അല്ലെങ്കിൽ ഇത്രയും വലിയ ചോദ്യങ്ങളോ ഒന്നും ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് മറുപടി പറയാൻ പറ്റില്ല, അതുകൊണ്ട് എന്നെ വിടണമേ എന്ന് പറഞ്ഞിട്ട് ഓടിയിട്ടുള്ളൊരു മൈഥിലിനെയാണ് നമ്മൾ ഇന്നലെ കണ്ടത്. लोक गायकों की बड़ी मौजूदगी अभी हम राजनीतिक परिदृश्य में देख रहे हैं. ये आपकी चॉइस थी या ऐसे ही जर्नी में मिला है? प्रधानमंत्री जी ने आह्वान किया था कि 1 लाख युवाओं को राजनीति से जोड़ेंगे, तो उसकी शुरुआत मुझसे हुई. जब महाराष्ट्र में बिहारियों के खिलाफ कोई घटना होती है तब एनडीए सरकार कुछ नहीं करती और यहाँ पे वही एनडीए सरकार बिहारियों की सुरक्षा की बात कर रही है. हाउ डू यू सी दिस? मुझे वो महसूस नहीं हुआ जो खतरा जिसकी आप बात कर रहे हैं. तो 12 दिन पहले आई मैथिली ठाकुर जब टिकट पाती हैं, ऑर्गेनाइजेशन उनके साथ कैसे अलाइन करेगा? मैं इतना लंबा इंटरव्यू अभी करना नहीं चाहती हूँ.